ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അതിന് ഖത്തറിലേക്ക് പോവുക, ഹസ്ബൻഡിന്റെ അടുത്തേക്ക്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ. ഞാനും അനു പിന്നെ ശിബിലായിട്ടും എമിമോൾ ഉണ്ട് കേട്ടോ. അവര് രണ്ടുപേരും വണ്ടിയിൽ ഇരിക്കുക. അപ്പൊ അനുവിന് വേണ്ട കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങള്. അപ്പൊ നമ്മൾ വന്നത് എവിടെയാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. പേരാമ്പ്രക്കാർക്ക് എന്തായാലും അറിയാം. നമ്മളെ സ്വന്തം ഗ്രാൻഡ് ഹൗസിലാണ് നമ്മൾ വന്നത്. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓരോ ഡ്രസ്സും അറേഞ്ച് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഞങ്ങൾ പോയ ടൈമിൽ അവിടെ പുതിയ സാരീസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാനും. മാത്രമല്ല റെഡിമെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസസും ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു ഫേവറേറ്റ് സാരി ആണ് കേട്ടോ. ആ വൈറ്റും മെറൂണും കൂടി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക് അത്. അതുകൊണ്ട് അത് നോക്കാൻ പോയതാ. ഞാൻ പിന്നെ ബ്ലൗസ് വാങ്ങിക്കാൻ വേണ്ടിയൊന്നുമല്ല, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചുമ്മാ ഓരോ ബ്ലൗസസ് ഒക്കെ ഒന്ന് നോക്കി ഒന്ന് റൗണ്ട് അടിച്ച് നടന്നേ കേട്ടോ. മിറർ കണ്ടാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇതാ ഈ ഡ്രസ്സ് കണ്ടത്. നല്ല അടിപൊളിയില്ലേ കാണാൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ രണ്ട് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇത് വരും എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി കാണാൻ. അപ്പോൾ വലത്തെ സൈഡിലുള്ളതാണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി നേരെ മുകളിലോട്ടേക്ക് പോയി. ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് അതിന് വേണ്ടതുള്ളൂ. പിന്നെ ഞങ്ങൾ പെൺകുട്ടികളല്ലേ, അപ്പം നമുക്ക് കുറേ ഡ്രസ്സസ് ഒക്കെ നോക്കണ്ടേ, എങ്ങനെയുണ്ട്, മോഡൽസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കൂലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മോഡലൊക്കെ ജസ്റ്റ് നോക്കുകയൊക്കെ ചെയ്ത്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ട്രോളുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ കുറേ ഡ്രസ്സസ് ഒക്കെ നോക്കിട്ടോ. ഇപ്പം ഞങ്ങൾ ഏത് ഷോപ്പിൽ പോയാലും ഗേൾസിൻ്റെ സെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് നോക്കും. ഓരോ ഡ്രസ്സും ഏത് മെറ്റീരിയല്, പിന്നെ ഏത് മോഡല്, പിന്നെ ഇമ്പോർട്ടഡ് ആണോന്ന്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അനു ഇതുവരെ ബാഗി ജീൻസ് വാങ്ങിയില്ലേനു. അപ്പോൾ അവൾ അത് വാങ്ങാൻ പോയത്. അപ്പോൾ ഏതാണ്, എങ്ങനെയാണ്, ഏത് കളർ വേണം ഒക്കെ പറഞ്ഞ് ഞാൻ കുറേ നോക്കി. അവസാനം ഞങ്ങൾ ബാഗി ജീൻസ് അല്ല വേറൊരു മോഡലാണ് പാൻ്റ് എടുത്തത്. എൻ്റെ പേരെന്നോട് മറന്നുപോയി. ചേച്ചി എന്താ ചിരിക്കുന്നതെന്നറിയോ? ചേച്ചിക്ക് മനസ്സിലായില്ല എന്താ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഇടലുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്ത്. ചേച്ചി പറഞ്ഞ ഞങ്ങളോട് നിങ്ങളെ വീഡിയോ എപ്പോഴും ഇടണം കേട്ടോ, പിന്നെ ഒരിക്കലും നിർത്തരുത്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞുതരൊക്കെ ചെയ്ത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങളല്ല കമ്പനി. മാത്രമല്ല ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മളൊരു കംഫർട്ടിൽ എന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ മനസ്സിൽ എന്താണോ വിചാരിച്ചത് ആ ഒരു ടൈപ്പൊക്കെ അവരെടുത്തു തരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ താഴേക്ക് നോക്കിയപ്പോൾ ഇതാ അവിടെ ഇല്ലേ ഒരു മോള് ഡാൻസ് കളിക്കുന്നുണ്ട്. നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കാം മോള്. ഞാൻ ഇവരുടെ ഈ പുതിയ ഗ്രാൻഡ് ഹൗസിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നല്ല അടിപൊളിയുണ്ട്. അതിനിടയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് അർച്ചനേനെയും കണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത്. അവളെ കൂടെ അവളെ ഏട്ടൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ആളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന്. അവരും ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു. അവളെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ട്, അപ്പോൾ അതിന് ഡ്രസ്സൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു രണ്ടാളും. നമ്മൾ നേരത്തെ ഒരു മോള് ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ, അതാ ആ മോളാണ് കേട്ടോ ഓടിപ്പോയത്. അവിടെ നിന്ന് പിന്നെയും ഡാൻസ് കളിക്കാനൊക്കെ പോയതാ. നമ്മൾ ബില്ലൊക്കെ ചെയ്ത് ആ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ പോവാണ്. ബില്ലൊക്കെ കൊടുത്തു, ഡ്രസ്സൊക്കെ വാങ്ങുകയാണ്. ഈ ചേച്ചിക്ക് നല്ലൊരു പെരുമാറ്റമായിരുന്നു കേട്ടോ ഞങ്ങളോട്. ഞങ്ങളെ വണ്ടി അണ്ടർഗ്രൗണ്ടിൽ പാർക്കിങ്ങിലായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളെ വണ്ടി വെച്ചെടുത്ത് എത്തുകയാണ്. ഇവിടെ കുറേ വണ്ടി വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല ഫ്രണ്ടിലും കുറച്ച് സൗകര്യമുണ്ട് വണ്ടിയൊക്കെ വെക്കാൻ. ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത് ഈ അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതാ ആ വണ്ടിയിൽ ശിവരാട്ടിനും എമ്മിമോളുണ്ട്. ശിവരാട്ടിനകത്തപ്പോൾ എമ്മിമോൾക്ക് ഫുഡൊക്കെ കൊടുക്കുക ഞങ്ങൾ വരുമ്പോഴത്തേക്ക്. അപ്പം ഞങ്ങളെ കുട്ടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.